ഞായറാഴ്ചയല്ലേ, സ്പെഷ്യലായിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ? അത് നല്ല ചിക്കൻ ബിരിയാണി. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാൻ ഇവിടെ എടുത്തത് ബ്രോയിലർ ചിക്കനാണ് കേട്ടോ. ലഗോൺ ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാം. ഇത് പിന്നെ ചിക്കൻ പൊരിച്ച ബിരിയാണി ആയതുകൊണ്ട് ബ്രോയിലർ ചിക്കനാണ് നല്ലത്. ഈ കൂട്ടൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക. അതിനുശേഷം ഇതെടുത്തിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുക. ഒരു അരമണിക്കൂർ എന്തെങ്കിലും മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാലേ ഉള്ളൂ ഈ മസാലയൊക്കെ ആ ചിക്കനിൽ പിടിച്ചിട്ട് ആ ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഓരോരുത്തർ എരിവിനനുസരിച്ച് ചേർക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ചിലർക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ബിരിയാണി ആയിരിക്കും ഇഷ്ടം, പക്ഷേ ചിലർക്ക് നേരെ തിരിച്ചായിരിക്കും. അതേപോലെ തന്നെ ഉപ്പിൻ്റെ അളവും ഏകദേശം നോക്കി കണക്കനുസരിച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ കുരുമുളക് പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. എനിക്ക് അത്ര സ്പൈസി ആയിട്ടുള്ള ബിരിയാണി വേണ്ട, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ചേർത്തത്. ഇത് അവിടുന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി അരിയുക, പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കാം. ഉള്ളി ഞാനിവിടെ ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 വലിയ നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തത്. അത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഉള്ളി മാക്സിമം നൈസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളി നല്ലോണം വെന്ത് കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ മല്ലിച്ചപ്പും പുതിനയും കൂടി അരിഞ്ഞ് വെക്കുക. പിന്നെ ഗ്യാസിൻ്റെ മുകളിലൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ എന്തൊക്കെ സ്പൈസസ് ആണോ നമ്മളെ കയ്യിലുള്ളത് അതൊക്കെ എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വറുത്തെടുത്ത സാധനങ്ങളെല്ലാം ഇതേപോലെ കല്ലിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. തീരെ നനവ് പാടില്ല, എന്നാലേ ഉള്ളൂ നന്നായിട്ട് പൊടിച്ച് കിട്ടുള്ളൂ. അങ്ങനെ ഈ മിക്സ് എല്ലാം കൂടി പൊടിച്ചെടുത്ത ആ പൊടി ഒന്നവിടെ മാറ്റി വെക്കുക. പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരി നന്നായി ഒന്ന് കഴുകി വെക്കുക. ഞാനിവിടെ എടുത്തത് കൈമ റൈസാണ്. ഞാൻ 1.5 ഗ്ലാസ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് റെഡിയാക്കാം. അതിന് തന്നെ ആദ്യം നല്ല അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് കോരി മാറ്റി വെക്കുക. ഇത് ലാസ്റ്റ് ബിരിയാണീൻ്റെ മുകളിലൊന്ന് വിതറാനാണ്. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് ഉള്ളി നൈസായിട്ട് അരിഞ്ഞ ഉള്ളി ഇതേപോലെ തന്നെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുക. ഇതും ബിരിയാണി ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ വിതറാനാണ്. ഇതൊക്കെ ആദ്യം ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. ബിരിയാണീൻ്റെ പല പല റെസിപ്പികളും നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. പക്ഷേ എല്ലാ ബിരിയാണിയും ഒരിക്കലും ഒരുപോലെയല്ല. ഓരോ സ്ഥലത്തേക്ക്, ഓരോ വീടുകളിലേക്ക് അങ്ങനെ ബിരിയാണി ഇങ്ങനെയും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊക്കെ ചേർക്കുന്ന ചേരുവകളൊക്കെ സെയിം ആണെങ്കിൽ പോലും ഓരോ ബിരിയാണിക്കും ഓരോ ടേസ്റ്റാണ്. ഇവിടെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതും 2-3 രീതിയിൽ ഉണ്ടാക്കലുണ്ട്. അതിലൊന്നാണിത്. ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി എന്ന് പറയുന്നത്, പൊരിച്ച ചിക്കൻ്റെ ബിരിയാണി. അതുകൊണ്ടാണ് ആ റെസിപ്പി ഞാനിവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഉള്ളി ഇങ്ങനെ നന്നായി മുരിഞ്ഞു വരുന്ന സമയത്ത് അത് നമ്മൾ കോരി മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ കഴുകി വെച്ച അരി ചേർക്കുക. അരി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബിരിയാണീൻ്റെ മസാല എത്ര നന്നായി എന്ന് പറഞ്ഞാലും അതിൻ്റെ ചോറും കൂടി ഇത്രയും പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഉള്ളൂ ബിരിയാണി സൂപ്പറായി കിട്ടുള്ളൂ. ചിലപ്പോഴൊക്കെ ബിരിയാണി വെക്കുന്ന സമയത്തൊക്കെ എനിക്ക് ചോറ് ഫ്ലോപ്പായി പോവലുണ്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ കുക്കറിലായിരുന്നു വെക്കൽ. പക്ഷേ ഈ ഇടയായിട്ട് ഇത് വീട്ടിൽ അമ്മ ചെയ്യുന്ന രീതിയാണ്. കുക്കറിൽ വെക്കാണ്ട് അടുപ്പിൽ വെള്ളം വെച്ച് വറ്റിച്ചിട്ട് ഉണ്ടാക്കുന്ന രീതി. ഇതിലുണ്ടാക്കുന്ന സമയത്ത് ചോറ് നല്ല പെർഫെക്റ്റായി കിട്ടും. ഇവിടെ വെള്ളം എടുക്കുന്നത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ്. അത് നമ്മൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ചിട്ട് വെള്ളവും ചേർക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ നാരങ്ങേൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം പിന്നെ ഇത് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെക്കുക. ഇത് വെന്ത് വരുമ്പോൾ അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാനാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചോറ് ഏകദേശം ഒന്ന് വെന്ത് സെറ്റായി വന്ന സമയത്ത് ആ ക്യാരറ്റ് ചേർത്ത് പിന്നെ മൂടി വെക്കുക. ചോറ് അവിടുന്ന് റെഡി ആയിക്കോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ അതൊന്ന് പൊരിച്ചെടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചിക്കൻ പീസസ് ഒക്കെ നന്നായി നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി മൂടി വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. ആ സമയത്ത് നന്നായി വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ മസാലയൊക്കെ നല്ലോണം ചിക്കനിൽ പിടിക്കുകയും ചെയ്യും.
ചിക്കൻ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയും പിന്നെ മല്ലിച്ചപ്പും പുതിനയും എല്ലാം കൂടി എന്ത് ചെയ്യുക വെച്ചാൽ ഒരു ചെറിയ കുക്കർ എടുത്ത് അതിലേക്കിടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതും കൂടി ഈ കുക്കറിലേക്ക് ചേർക്കണം. പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ചൊരു ഗരം മസാല അല്ലേ, സ്പൈസസ് ഒക്കെ ചേർത്തുണ്ടാക്കിയ ഒരു ഗരം മസാല, ആ ഗരം മസാലയും കൂടി കുക്കറിലേക്ക് ചേർക്കുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, പാകത്തിന് ഉപ്പ് ഇടുക, എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് പിന്നെ വിസിൽ വരുത്തുക. ഒരു 3-4 വിസിൽ വരുത്തിയതിന് ശേഷം കുക്കറിലുള്ള മസാല നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ അതിൽ ഉള്ളിയൊക്കെ അലിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അത് പിന്നെ ചീനച്ചട്ടിയിൽ നിന്നൊന്ന് വറ്റിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കനും കൂടി ഈ മസാല മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു ബ്രൗൺ കളറിൽ ബിരിയാണി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ മുളക് പൊടി ചേർക്കാണ്ടുന്നത്. ഇനിയിപ്പം റെഡ് കളറിലുള്ള ബിരിയാണിയാണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ബിരിയാണീൻ്റെ മസാല റെഡ് കളറിലായി കിട്ടും. ഏകദേശം ഈ മസാല മിക്സ് ഇങ്ങനെ റെഡിയായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നേരത്തെ റെഡിയാക്കി വെച്ച ചോറ് ഈ മസാല മിക്സിൻ്റെ മുകളിലേക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് ചോറിടുക, എന്നിട്ട് നേരത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെയറും കൂടി ചോറിടുക. ഇതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പുതിനയില, മല്ലിയില, ഉള്ളി എല്ലാം നന്നായിട്ട് അതിൻ്റെ മുകളിൽ കൂടി വിതറി കൊടുക്കുക. അതിനുശേഷം നല്ലൊരു മൂടി എടുത്തിട്ട് ഈ ചോറിൻ്റെ മുകളിൽ വെക്കുക. പിന്നെ നല്ല എന്തെങ്കിലും കട്ടിയുള്ളൊരു സാധനം ആവി പുറത്തൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവെക്കുക. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പം നമുക്കിത് മാറ്റി തുറന്നെടുത്ത് നോക്കാം. നല്ല അടിപൊളി ബിരിയാണി റെഡിയാണ്. ചിക്കനും മസാലയും ചോറും എല്ലാം സെറ്റായി കിട്ടിയ അടിപൊളി വീട്ടിലുണ്ടാക്കിയ നാടൻ ബിരിയാണി അങ്ങനെ റെഡിയായി.
തൈരിൽ ഉള്ളിയും കക്കിരിയും ക്യാരറ്റും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സാലഡും പിന്നെ കുറച്ച് നാരങ്ങേൻ്റെ അച്ചാറും ഇത്തിരി പൊതിന ചമ്മന്തിയും കൂടിയായ സംഭവം സൂപ്പർ.